ദയാസേന, സജന മറുനാടൻ മലയാളിക്ക് കൊടുത്തൊരു അഭിമുഖത്തിൽ സജന ഒരു പൊട്ട് പൊട്ടിക്കുന്നുണ്ട്. ആർക്കെതിരെ എന്നല്ലേ? ഈ കാണുന്ന അമ്മായിക്കെതിരെ. ആളെ മനസ്സിലായില്ലേ? അതന്നെ. അങ്ങ് തിരുവനന്തപുരത്ത് മാനവവീഥി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്, ഒരു സ്ട്രീറ്റാണ്. ഈ പുകച്ചും പൊടിച്ചും ഒക്കെ മൂക്കിലൊക്കെ വലിച്ചു കയറ്റി കിളി പോയി നടക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കിയിട്ടുള്ള ഒരു സ്ട്രീറ്റാണ്. അവിടെ നടക്കുന്നത് മൊത്തം ഇത്തരം അലവലാതിത്തരങ്ങളുമാണ്. അതിലെ ഒരു മെയിൻ കണ്ണിയാണ് ഈ ആന്റി. ആ ഫോട്ടോ കണ്ടില്ലേ? എന്തോ കൂട്ടിട്ട് കത്തിച്ചതിന്റെ മേലെ നിന്ന് പുകച്ചു വലിച്ച് നിൽക്കുന്ന പോലെ ഉണ്ട്. എന്തായാലും സജന പൊളിച്ചടക്കുകയാണ്. തൂഫാൻ, ഓപ്പറേഷൻ തൂഫാൻ ആകെ തൂഫാനാവുന്നുണ്ട് കേട്ടോ. സബ്ജയിലൊക്കെ നിറഞ്ഞ് കവിഞ്ഞു മെഴുകും. അല്ലെങ്കിലും കൊച്ചി പഴയ കൊച്ചിയല്ല. കൊച്ചി ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനുണ്ട്. സത്യമാണ്. നമുക്ക് എന്തായാലും ആ സജ്ജന പറഞ്ഞ വീഡിയോ ഒന്ന് കണ്ടിട്ട് വരാം. കണ്ടോ? ബാക്കിയെല്ലാം ബിഗ് ബോസിലെ ടീമായിരുന്നു. വന്നു, ഇവരെല്ലാവരും നമ്മൾ ഇന്ന് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ എ സി റൂം എവിടെയാണെന്ന് പറഞ്ഞാൽ നമ്മൾ എ സി റൂമിലോട്ട് കയറുന്നു. ടിയാസാന ഒരു കവർ എടുക്കുന്നു, പൊടിക്കുന്നു, കുറേ സാധനങ്ങൾ ചെയ്യുന്നു. അപ്പം തന്നെ ഞാനങ്ങ് ഡെസ്പായി. സത്യം പറഞ്ഞാൽ MDM ആയിരുന്നു അതെടുത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് റീസെന്റ് ഒരു 5 മാസം പോലും 4 മാസം പോലും ആയിട്ടില്ല. ഇതപ്പം റീസെന്റ് നടന്നതാണ്. അങ്ങനെ ഈ സാധനം വന്നിട്ട് ഇവിടെ അവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് പുള്ളിക്കാരി ഈ സാധനങ്ങൾ ചെയ്യുക. എനിക്ക് എന്ത് ചെയ്യണമെന്ന് എനിക്കറിയത്തില്ല. ഇറങ്ങി പോകുന്നു പറയാനും പറ്റുന്നില്ല. എനിക്കറിയില്ല. നോ പറയേണ്ട സ്ഥാനത്ത് നമ്മൾ നോ പറയണമെന്ന് പറയുന്നത് സത്യമാണ്. ഞാൻ വല്ലാത്ത ഘട്ടത്തിൽ നിൽക്കും. അപ്പോൾ ഇവരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, എന്താ സജിന എന്ത് മുഖമൊക്കെ മാറുന്നത്? ഞാൻ പറഞ്ഞില്ല, ചെറിയൊരു പ്രശ്നം നടക്കുക. അപ്പോൾ ഞാൻ നിൽക്കായിട്ട് കുറച്ച് പ്രശ്നങ്ങൾ നടക്കുമെന്നാണ് ഞാൻ പറഞ്ഞത്. അദ്ദേഹത്തിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല, ആദ്യം ഞാൻ പറഞ്ഞിട്ടില്ല കാര്യങ്ങൾ. എനിക്ക് പേടിയാണ്, കാരണം വലിയൊരു സാധനം കൊണ്ടുവന്ന് എൻ്റെ അടുത്ത് ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ എന്ത് ചെയ്യും? അങ്ങനെ ലാസ്റ്റ് ഞാൻ ഫോൺ വിളിക്കുന്നതിൻ്റെ പേരും പറഞ്ഞ് വെളിയിൽ ഇറങ്ങും. ഇവരെങ്ങനെ എനിക്ക് പറഞ്ഞു വിട്ടേ പറ്റത്തുള്ളൂ. അപ്പോൾ ഉടനെ ദിയാൻ്റെ അടുത്ത് പറയുന്നത്, സജിന അവരുമായിട്ട് പ്രശ്നങ്ങളൊക്കെ നടന്നത് നീ രണ്ടെന്ന് കുറച്ചങ്ങ് എടുത്ത് തിന്ന് അങ്ങനെ എന്ത് ചെയ്യാൻ. അതെ, കൊച്ചിയിൽ വന്ന് കയറിയിട്ടുള്ള ഇവരെ പോലത്തെ ഒരുപാട് ആളുകൾ കൊച്ചിയെ മലിനമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഒരു ഇടപെടൽ സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന് ശക്തമായി വേണം. സജന ഇങ്ങനെ വിളിച്ചു പറയുമ്പോൾ ഇനി അവർക്കും വിളിച്ചു പറയാനുണ്ടാവും പലതും. അവർ സജനക്കെതിരെ കേസ് കൊടുത്തു എന്നാണ് ഇന്ന് ഞാൻ അറിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ കുറച്ചു കഴിഞ്ഞാൽ അവരും വിളിച്ചു പറയും. ഇങ്ങനെ കേരളത്തെ മലിനമാക്കാൻ, കൊച്ചിയെ പ്രത്യേകിച്ച് മലിനമാക്കാൻ ഇറങ്ങി പുറപ്പെട്ടിട്ടുള്ള ഒരുപാട് അമ്മായിമാർ കൊച്ചിയിലുണ്ട്, തിരുവനന്തപുരത്തുമുണ്ട്. ഈ തിരുവനന്തപുരം കൊച്ചി ബേസ് ചെയ്തിട്ടാണ് ഇത്തരം പരിപാടികളൊക്കെ അമ്മായിമാർ കൊണ്ടു നടക്കുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം. എന്തായാലും തൂഫാൻ തുനിഞ്ഞിറങ്ങുന്നുണ്ട്. അമ്മായിമാരൊക്കെ കേസ് കൊടുത്തു നടന്നു. കാരണം കേസ് കൊടുക്കുകയാണ് ഇതിന് ചെയ്യാൻ പറ്റാവുന്ന ഏറ്റവും ബുദ്ധിപരമായിട്ടുള്ള നീക്കം എന്നറിയാം. മുണ്ടാതിരുന്നാൽ പോലീസ് വീട്ടിന്റെ പടിക്ക് വന്നിന്ന് തന്നെ മുട്ടും. 2 ദിവസം സാവധാനം കിട്ടാൻ ദയാസനക്ക് ദയവുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എന്തായാലും ഇത്തരം അമ്മായിമാര് ഇവരൊരാളൊന്നും അല്ലാന്നേ, കുറേ അമ്മായിമാർ അവിടെ എണ്ണുണ്ട്. തിരുവനന്തപുരവും കൊച്ചിയും ബേസ് ചെയ്തിട്ട് കുറേ എണ്ണമുണ്ട്. വെറുതെ നാട് നശിപ്പിച്ച്, നാട്ടിലെ യുവാക്കളെ നശിപ്പിച്ച് നടക്കുന്ന ഇത്തരക്കാർ, ഇവരുടെ ജീവിതമോ നശിച്ചു. അപ്പൊ ഇനി വരുന്ന തലമുറയും നശിക്കണം. അതാണ് ലക്ഷ്യം. ഇവരെയൊക്കെ പാസ്റ്റ് എടുത്താൽ നമുക്ക് കൃത്യമായി മനസ്സിലാക്കാം. കൂടും കുടുക്കയും കുടുംബവും കെട്ടിയോനും കെട്ടിയോളും കുന്തവും കടച്ചൊക്കെ ഇല്ല. എല്ലാം ഒറ്റപ്പെട്ട് ഒരു സ്ഥലത്ത് നിന്ന് വേറെ സ്ഥലത്തേക്ക് പറിച്ചു നടത്ത് ഒരു രാത്രി നടക്കുന്ന നായക്കളെ പോലെയൊക്കെയാണ് ഈ നടത്തം. ഉദ്ദേശം വേറെ ഒന്നുമല്ല, നമ്മുടെ മനോഹരമായ കേരളം നശിപ്പിക്കുക, മലിനമാക്കാം. ദയവായി ഇത്തരം ആളുകളെയൊക്കെ സമൂഹത്തിൽ നിന്ന് എടുത്തെറിയേണ്ട സമയം കഴിച്ചു. പ്രതീക്ഷിക്കുന്നു നമ്മുടെ തൂഫാൻ അടിച്ച് തൂഫാനാക്കുന്നു.